نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഗൗരവപൂർവം എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 12-13 വർഷങ്ങളായി കാണും. അതിന് മുമ്പ് വളരെ സജീവമായ ദഅവത്ത് രംഗത്തുണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ ഈ പ്രദേശത്ത്. അൽഹംദുലില്ലാഹ് വീണ്ടും നിങ്ങളുമായി സംസാരിക്കാനും സഹവസിക്കാനുമൊക്കെ അല്ലാഹു നൽകിയ ആ അനുഗ്രഹത്തിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. അന്നുണ്ടായിരുന്ന പലരും ഇന്ന് എന്റെ മുമ്പിലില്ല. കുറെ പുതിയ പുതിയ ആളുകളാണ്. വിരലിലെണ്ണാവുന്ന കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇന്ന് ഈ പരിചയക്കാരുടെ കൂട്ടത്തിൽ എനിക്കുള്ളത്. സഹോദരന്മാരെ, നമ്മളെല്ലാവരും വിശ്വാസികളാണ്. ആ വിശ്വാസ കൂട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു വിശ്വാസമാണ് പരലോക വിശ്വാസം എന്നുള്ളത്. ആ വിശ്വാസം ഇല്ലാത്ത ഒരു മനുഷ്യന്
വിശ്വാസിയാകുവാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ നമ്മെ ഉണർത്തുന്നുണ്ട്. അതൊരു അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അത് പഠിപ്പിക്കുവാനാണ് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്ന് മാത്രമല്ല, അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകന്മാരുടെ സ്ഥാനപ്പേരുകൾ വരെ പരിശോധിച്ചാൽ അത് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്രവാചകന്മാരെ അള്ളാഹു പരിചയപ്പെടുത്തിയതെന്താ? ബഷീർ, നദീർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നത്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കളെ നിയോഗിച്ചിട്ടില്ല, താങ്കളെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൻ ലിന്നാസി, സർവജനങ്ങളിലേക്കുമല്ലാതെ. അങ്ങയെ നമ്മൾ പറഞ്ഞയച്ചിരിക്കുന്നത് ജനങ്ങളിലേക്കുമാണ്. എന്തായിട്ടാണ് നമ്മൾ പറഞ്ഞയച്ചിരിക്കുന്നത്? ബശീറൻ വനദീറാ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടും മുന്നറിയിപ്പുകാരനായിട്ടും. ഖുർആൻ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് ബഷീർ, നദീർ. ബഷീർ എന്ന് പറഞ്ഞാൽ പരലോകത്ത് സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവൻ. നദീർ എന്ന് പറഞ്ഞാലോ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ആള് എന്നാണ്. അത് പ്രവാചകന്റെ അല്ല, എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു പരിചയപ്പെടുത്തിയത് പരലോകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. പരലോകത്ത് സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, പരലോകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവൻ, നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ അതൊരു അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അതുണ്ടെങ്കിലേ നമ്മളുടെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. എന്ന് മാത്രമല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ പരലോകം പറഞ്ഞുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് ആദ്യമായി പ്രവാചകനായിരിക്കുകയാണ്, പ്രവാചക ദൗത്യം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ പ്രവാചകൻ ആ സമൂഹത്തോട് തന്റെ പ്രബോധനം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നറിയോ? ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചല്ല, പിന്നെ അടിസ്ഥാനപരമായ പരലോകം പറഞ്ഞുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധന ദൗത്യം ആരംഭിക്കുന്നത്. പ്രവാചകത്വം ലഭിച്ച ഉടനെ സഭാ കുന്നിന്റെ മുകളിൽ എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തുകയാണ് പ്രവാചകൻ. എല്ലാവരെയും വിളിച്ചു വരുത്തി. അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തിയപ്പോ ആവേശത്തോടുകൂടെ എല്ലാവരും പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. കാരണം എന്താ? മുഹമ്മദ് എല്ലാവർക്കും സർവസമ്മതനാണ്. അദ്ദേഹം വിളിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാകും, അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ പ്രബോധനം ആരംഭിക്കുന്നത് ആ പരലോകം പറഞ്ഞുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. എന്താ റസൂൽ പറഞ്ഞത്? ഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ അലീം.
അല്ലയോ സമൂഹമേ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു മഹത്തായ ഒരു സന്ദേശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനാണ് ഞാൻ. നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗമുണ്ട് എന്നും പരലോകത്ത് നരകമുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്ന മനുഷ്യനാണ് ഞാൻ. പ്രവാചകൻ തന്റെ പ്രബോധനം ആരംഭിക്കുന്നത് ആ പരലോകം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രബോധനം ആരംഭിക്കുന്നത്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം പ്രബോധനം നടത്തി. ആ 23 വർഷത്തെ പ്രബോധനത്തിന്റെ അവസാനം കുറിക്കുന്നതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകം പറഞ്ഞുകൊണ്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തെ പ്രബോധനത്തിന്റെ സമാപനം പ്രവാചകൻ കുറിക്കുന്നതും ഇതാ നിങ്ങൾക്ക് ഈ ലോകമല്ല, ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകാനുണ്ട് എന്നുള്ള മഹത്തായ സന്ദേശം നൽകിക്കൊണ്ടാണ് പ്രവാചകൻ തന്റെ പ്രവാചക ദൗത്യത്തിന്റെ വിരാമം കുറിക്കുന്നത്. അതാണെന്ന് പറഞ്ഞത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. 23 വർഷത്തെ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ ആകത്തുക ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സമൂഹത്തോട് പറയുകയാണ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ പടച്ചവനിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം, ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. അന്നേ ദിവസം ഓരോ ശരീരം എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം അവിടെ പൂർണ്ണമായി നൽകപ്പെടുക തന്നെ ചെയ്യും. വഹും ലാ യുദ്ലമൂൻ. യാതൊരുവിധ അനീതിയും അവിടെ നടക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെട്ടു കൊള്ളണം. 23 വർഷം പ്രബോധനം ചെയ്തിട്ട് ആ 23 വർഷത്തെ ആ പ്രബോധനത്തിന്റെ ആകത്തുക അവസാനിപ്പിക്കുന്നത്, ഉൾക്കൊള്ളിക്കുന്നതും പരലോകത്തിലാണ് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് പരലോകം. അതൊരു വലിയൊരു യാഥാർത്ഥ്യമാണത്. അത് കെട്ടുകഥയല്ല, അല്ലെങ്കിൽ മാമാകഥകളല്ല. മറിച്ച് മനുഷ്യനോട് ഖുർആൻ പഠിപ്പിക്കുന്ന പരലോകം വളരെ യാഥാർത്ഥ്യമാണ്. ആ പരലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ആരാധനകളും നമ്മൾ ചെയ്യുന്നത്. നമ്മളൊക്കെ നമസ്കരിക്കണേ. എന്താ നമസ്കാരത്തിന്റെ ലക്ഷ്യം? നമ്മൾ വെറുതെ പോയി അവിടെ കൈകെട്ടി നിൽക്കുകയല്ലല്ലോ. ആ നമസ്കാരത്തിന്റെ ലക്ഷ്യമായി ഖുർആൻ പഠിപ്പിക്കുന്നതെന്താ? യഖാഫൂന യൗമൻ തതകല്ലമു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അതിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ആ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറഞ്ഞതെന്താ? എന്തിനാണ് അവർ നമസ്കരിക്കുന്നത് എന്നറിയുമോ? യഖാഫൂന യൗമൻ, ഭയാനകമായ ഒരു ദിവസത്തെ ഭയപ്പെട്ടത് കൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? തതകല്ലമു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അന്നേ ദിവസത്തിന്റെ പ്രത്യേകത മനുഷ്യന്റെ ഹൃദയങ്ങളും അതേപോലെ തന്നെ മനുഷ്യന്റെ കണ്ണുകളൊക്കെ ഭയം കൊണ്ട് ഇളകി മറിയുന്ന അതിഭയാനകമായ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ ഭയപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ നമസ്കരിക്കുന്നത്, നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്. അതാണ് പരലോകം. ഓരോ നമസ്കാരവും നമസ്കരിക്കുമ്പോ ഖുർആൻ അതിന്റെ സന്ദേശമായി നമ്മളോട് പറയുന്നതല്ല, നമ്മളുടെ ഹൃദയങ്ങൾ, നമ്മളുടെ കണ്ണുകളൊക്കെ ഇളകി മറിയുന്ന, ആകപ്പാടെ ബേജാറാകുന്ന ഭയാനകമായ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ ഭയപ്പെട്ടത് കൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത്. പിന്നെ
എവിടെയാണ് നമ്മൾക്ക് പരലോകം മറക്കാനുള്ള സമയം? ഓരോ നമസ്കാരവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരലോകമാണ്. അതേപോലെ തന്നെ ഇനി ഒരു മനുഷ്യൻ നേരം വെളുക്കുന്നത് തന്നെ പരലോകം പറഞ്ഞുകൊണ്ടായിരിക്കണം എന്ന്, പരലോകം ഓർത്തുകൊണ്ടായിരിക്കണം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മെ ഉണർത്തുന്നുണ്ട്. നമ്മളെല്ലാവരും എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ എന്ത് പറഞ്ഞും കൊണ്ടാണ് ആ വിശ്വാസി എഴുന്നേൽക്കേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു വാചകമാണ്. അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എന്താണ് അതിന്റെ അർത്ഥം? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും പടച്ച തമ്പുരാനേ നിനക്കാണ്. എന്താണ് കാരണം? അല്ലദീ അഹ്യാനാ, ആ പടച്ചവനെ നീ ഞങ്ങളെ ജീവിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് നീ ജീവൻ തിരിച്ചു നൽകിയിട്ടുണ്ട്. ബഅദമാ അമാതനാ, നീ ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ഇതുവരെ ഞങ്ങൾ ഉറക്കാകുന്ന മരണത്തിലായിരുന്നു. ആ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് നീ ജീവൻ തിരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പടച്ച തമ്പുരാനെ സർവസ്തുതിയും നിനക്കാണ്. ഇനി അങ്ങനെയൊക്കെയാണെങ്കിലും വഇലൈഹി നുശൂർ, ഈ ഉറക്കത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാലും മരണമാകുന്ന ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അവസാനം വന്നെത്തേണ്ടത് നിന്നിലേക്കാണ് റബ്ബേ. ഓരോ വിശ്വാസിയും എഴുന്നേൽക്കുമ്പോ പറയേണ്ട വാചകമാണ്. രാവിലെ തന്നെ ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പരലോക ചിന്തയാണ്. മാത്രമല്ല ഓരോ നമസ്കാരങ്ങൾ കഴിഞ്ഞു, ഇശാ നമസ്കാരം കഴിഞ്ഞു, ഇനിയൊരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുമ്പോഴും ആ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഏറ്റവും വലിയ ചിന്ത മരണവും പരലോകവുമാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊക്കെ ടിവികൾ കണ്ട് കിടന്നുറങ്ങുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നോവലുകൾ വായിച്ച് കിടന്നുറങ്ങുകയല്ല വേണ്ടത്. മറിച്ച് വളരെ അർത്ഥം ഉൾക്കൊള്ളുന്ന, മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചും കൊണ്ടാണ് വിശ്വാസികളായ നമ്മൾ കിടന്നുറങ്ങേണ്ടത്. ബിസ്മിക്കല്ലാഹുമ്മ വദഅതു ജംബി وباسمك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين. നമ്മൾ അത് ചൊല്ലിയിട്ടാണ് കിടക്കേണ്ടത്. അത് ചൊല്ലിയിട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? പടച്ച തമ്പുരാനെ ബിസ്മിക്കല്ലാഹുമ്മ വദഅതു ജംബി, അല്ലാഹുവേ നിന്റെ പേരിൽ ഞാനിതാ എന്റെ ശരീരം ഈ കിടക്കയിൽ വെക്കുകയാണ് റബ്ബേ. വബിസ്മിക അർഫഉഹു, ഇനി എഴുന്നേൽക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തന്നെയാണ് പടച്ച തമ്പുരാനെ ഈ കിടപ്പറയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുക. അതുകൊണ്ട് പടച്ച തമ്പുരാനെ ഇന്നംസക്ത നഫ്സി അല്ലാഹുവേ ഇതൊരു പക്ഷേ എന്റെ അവസാന ഉറക്കായിരിക്കും. ഈ ഉറക്കിൽ നിന്ന് ഒരു പക്ഷേ എനിക്ക് ഇനി എഴുന്നേൽക്കാൻ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് പടച്ച തമ്പുരാനെ ഈ ഉറക്കത്തിലെങ്ങാനും എന്റെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ, അഥവാ ഇതൊരു അവസാന രാത്രിയാണെങ്കിൽ എന്റെ ആത്മാവിനോട് നീ കരുണ കാണിക്കണമേ തമ്പുരാനെ. അതേസമയം അതല്ല പടച്ച തമ്പുരാനെ ഈ ഒരു ദിവസം കൂടി നീ എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ നീ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ നല്ലതായ ആളുകളെ, നല്ല അടിയാറുകളെ നീ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, എങ്ങനെയാണോ നീ അവരെ സൂക്ഷിക്കുന്നത്, അതേപോലെ എന്നെയും എന്റെ ശരീരത്തെയും നീ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ തമ്പുരാനേ. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു വെക്കാത. പിന്നെ എവിടെയാണ് ഈ ജീവിതത്തെ മറക്കാൻ നമ്മൾക്ക് സമയം?
നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ലോകം ആരും തിരിച്ചു വന്നിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു ലഘുവായ ചിന്തയോടുകൂടെ ഗൗരവമല്ലാത്ത നിലയിലാണ് നമ്മൾ പരലോകത്തെ കാണുന്നത്. അങ്ങനെയല്ല സുഹൃത്തുക്കളെ. പരലോകം വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ പരിശുദ്ധ ഖുർആൻ നമ്മളെ ബുദ്ധിയെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് പരലോകമാണോ? അത് ഒരു മുത്തശ്ശിക്കഥയല്ല, നോവലല്ല സുഹൃത്തേ അത്. പിന്നെ പരിശുദ്ധ ഖുർആൻ ബുദ്ധിയോടാണ് ചോദിക്കുന്നത്, പരലോകം വേണോ വേണ്ടേ? ആ ബുദ്ധിയെ കൊണ്ട് പരിശുദ്ധ ഖുർആൻ പരലോകം അംഗീകരിപ്പിക്കുകയാണ്. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അറിയില്ലേ പരലോകം വേണമെന്ന്? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങൾക്ക് പൂർണ്ണമായ ശിക്ഷ നൽകാൻ ഈ ലോകത്ത് ആരാലും സാധ്യമല്ല. ഇവിടെ ഒരാളെ കൊന്നവനും വധശിക്ഷയാണ്, 100 പേരെ കൊന്നവനും വധശിക്ഷയാണ്. അത് നീതിയല്ല എന്ന് ബുദ്ധി പറഞ്ഞില്ലേ? ഒരു മനുഷ്യനെ കൊന്നവന് അതിൻ്റെതായ ശിക്ഷ കൊടുക്കണം. 100 മനുഷ്യരെ കൊന്നവന്, 1-ലധികം മനുഷ്യരെ കൊന്നവന് അതിൻ്റെതായ ശിക്ഷ കൊടുക്കണം. ഈ ദുനിയാവിൽ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? കഴിയില്ല. അപ്പൊ കഴിയുന്ന ഒരു ലോകം വേണം എന്നുള്ളത് നമ്മളുടെ ബുദ്ധിയോടാണ് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് എന്നർത്ഥം. അത് ഒരു മുത്തശ്ശിക്കഥ പോലെ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യ ബോധമില്ലാതെയല്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഉറപ്പായി ശക്തമായ ശൈലിയിലാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതാണല്ലോ നമ്മൾക്ക് തന്നെ അറിയില്ലേ, 10,000-കണക്കിന് ആളുകളെ ചുട്ടുകൊന്ന് എത്രയെത്ര ആളുകളെയാണ് അന്യായമായി കൊല്ലപ്പെടുന്നത്. സഹോദര, അവർക്കൊന്നും പരലോകത്ത് അതിൻ്റെതായ ശിക്ഷ കൊടുക്കുന്നൊരു വേദിയില്ലെങ്കിൽ ഇവിടെ നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് എന്ന് പറയുന്നതിന് എന്താ അടിസ്ഥാനമുള്ളത്? നമ്മളെ ബുദ്ധി പറഞ്ഞിരുന്നില്ലേ ഇതിനൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കുന്ന ഒരു ലോകം വേണം എന്നുള്ളത്? അതാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് നമ്മളുടെ ബുദ്ധിയോടെ ഖുർആൻ സംസാരിക്കുന്നത്. ഈ പരലോകത്തെ നിസ്സാരമായി കാണുന്ന ആളുകളോട് ഖുർആൻ പറയാ, വകാനൂ യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമ അഇന്നാ ലമബഉസൂൻ അവാബാഉനൽ അവ്വലൂൻ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. നമ്മളെ പോലെയുള്ള ആളുകൾ മുമ്പ് പറഞ്ഞുപോയി, നമ്മളൊക്കെ മണ്ണും അതേപോലെ തന്നെ കല്ലുകളും അതേപോലെ തന്നെ എല്ലുകളും ഒക്കെ മായതിന്റെ ശേഷം നമ്മളെ മറ്റൊരു ലോകത്തേക്ക് യാത്രയക്കപ്പെടും എന്നാണോ ഈ മുഹമ്മദ് പറയുന്നത്? അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആളുകൾ പറയാം, അന്നത്തെ നബിന്റെ കാലത്തുള്ള ചില ആളുകൾ പറയാം, നമ്മളൊക്കെ നമ്മളെ മനസ്സിലുണ്ടല്ലപ്പത്, നമ്മളൊക്കെ എത്ര മണ്ണാകും, നമ്മളൊക്കെ എല്ലാ ദ്രവിച്ചു പോകുന്ന ആ സാധനത്തിന് പിന്നെ നമ്മളെ അള്ളൊന്ന് ജീവിപ്പിക്കേ. എന്താണ് ഈ പറയുന്നത്? ആരോടാ ഈ പറയുന്നത്? പക്ഷേ പരിശുദ്ധ ഖുർആൻ അവർക്ക് നൽകിയ മറുപടി, അവരെ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, നബിയേ ഈ ലോകത്ത് ജീവിച്ച ആദിമ മനുഷ്യനെയും ഇനി ലോകത്ത് ജീവിക്കാനിരിക്കുന്ന അവസാന മനുഷ്യരെയും എല്ലാവരെയും ഒരു നിശ്ചിത സമയം വെച്ച് നമ്മൾ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ഈ ലോകത്തുള്ള ആദിമ മനുഷ്യനാവട്ടെ ഈ ലോകത്തുള്ള അവസാന മനുഷ്യനെയും ഒരൊറ്റ ആളെയും ഒഴിവാക്കാതെ നിശ്ചിതമായ ഒരു സമയം വെച്ച് നാം അവനെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹിനെ സംബന്ധിച്ച് ഇത്ര വലിയ പ്രയാസമാണത്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ മണ്ണായിരുന്നു. നമ്മളൊക്കെ മണ്ണായി കിടന്നൊരു കാലുണ്ട്, ആ മണ്ണ് ഭക്ഷണമായി കിടന്നൊരു കാലുണ്ട്, അത് രക്തമായി കിടന്നൊരു കാലുണ്ട്, പിന്നെ അത് മജ്ജയായി കിടന്നൊരു കാലുണ്ട്, പിന്നെ അത് എല്ലായി കിടന്നൊരു കാലുണ്ട്, പിന്നെ ഇറച്ചിയില്ലാതെ ഉണ്ടായിട്ടും എത്ര ഘട്ടങ്ങളിലൂടെയാണ് അന്ന് നമ്മളെ കൊണ്ടുവന്നത്. നമ്മളൊക്കെ ഒരു കാലത്ത് ഈ മണ്ണാണ്, ആ മണ്ണ് ഭക്ഷണമായി, അത് നമ്മളെ വാപ്പാന് കഴിച്ചു, അവർക്ക് രക്തം ഉണ്ടായി,
മറ്റുണ്ടായി, ബീജുണ്ടായി, അതിലൂടെ നമ്മളുണ്ടായി. ആ ബീജം പിന്നെ ഇറച്ചി കഷ്ടായി, പിന്നെ മാംസ കഷ്ടായി, പിന്നെ എല്ലുണ്ടായി, എല്ലില്ല. എത്ര ഘട്ട മനുഷ്യന്റെ സൃഷ്ടിക്കും. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പോകണല്ലേ. അപ്പൊ ഇത്ര ഘട്ടങ്ങളിലൂടെ മനുഷ്യരെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന് ഓനെ രണ്ടാമതൊന്ന് സൃഷ്ടിക്കാന്നുള്ളതിൽ എന്ത് പ്രയാസമുള്ളത്? ആലോചിച്ചൊക്കെ എളുപ്പല്ലേ? ഒരു സാധനം കണ്ടുപിടിക്കാനാണ് എളുപ്പം. കണ്ടുപിടിച്ച് നഷ്ടപ്പെട്ടു പോയ സുഹൃത്തെ അതിനെ ഉണ്ടാക്കാൻ എന്ത് പണിയാണുള്ളത്? അതാണ് ഖുർആൻ പരലോകത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മളോട് പറയുന്നത് എന്താ? നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല, നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞാൽ മതി എന്നാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ഇവിടെ ഉണ്ടായത് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ രണ്ടാമതൊന്ന് അള്ളാഹുവിന് നിങ്ങളെ പുനർസൃഷ്ടിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ലാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് വലഖദ് അലിംതുമുൻ നശഅത്തൽ ഊലാ ഫലൗലാ തദക്കറൂൻ. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ദുനിയാവിലേക്ക് എങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടാമതിനൊന്ന് നിങ്ങളെ സൃഷ്ടിക്കുന്നതിന് പടച്ചതമ്പുരാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നത്, എത്ര ഘട്ടങ്ങൾ കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ ആലോചിച്ചാൽ പിന്നെ രണ്ടാമതൊന്ന് അള്ളാഹ് സൃഷ്ടിക്കുന്നതിന് എന്ത് പണിയുള്ളത്? ഒരു വാഹനം അത് കണ്ടുപിടിക്കാനാ മതി. കണ്ടുപിടിച്ച് നഷ്ടപ്പെട്ടാൽ പിന്നെ അതിനെ തിരിച്ചുണ്ടാക്കാൻ എന്താണ് ഒരു പ്രയാസം? വളരെ എളുപ്പല്ലേ? അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് വീണ്ടും മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്നർത്ഥം. അതിനാണ് അള്ളാഹ് വിരൽത്തുമ്പിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞതാണ് ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യരെ, നിങ്ങളൊക്കെ എന്നോടുകൂടെ ജീവനോടുകൂടെ ഇനിയും നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ വിചാരിക്കണം? അങ്ങനെ വിചാരിക്കണ്ട. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. വിരൽ തുമ്പുകൾ സമമായി സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ, നിങ്ങൾ ആലോചിച്ച് നോക്കും, മനുഷ്യന്റെ വിരൽ തുമ്പുകൾ ഇത്ര സ്ഥലം. ലോകത്ത് ഒരാളുടെ വിരൽ തുമ്പ് മറ്റൊരാളുടെ വിരൽ തുമ്പിനോട് സാദൃശ്യമല്ല. അതാ പറയുന്നത്. അപ്പോ ഇത്ര സ്ഥലത്ത് ഇത്ര വൈവിധ്യമായി നമ്മൾ അത് സൃഷ്ടിച്ചില്ലേ? ഒരാളുടെ വിരൽ തുമ്പ് മറ്റൊരാളോട് ഒരു നിലക്കും സാദൃശ്യമാകാത്ത നിലയിൽ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ പിന്നെ നമ്മളെ രണ്ടാമതൊന്ന് സൃഷ്ടിക്കുന്നതിന് എന്ത് പ്രയാസമുള്ളത്? അത് കേൾക്കുക. നിങ്ങളെ വിരൽത്തുമ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? അതുവരെ സമമാക്കാൻ നമുക്ക് കഴിയും. അതുവരെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് വൈവിധ്യമായിട്ടാണ്. അങ്ങനെയുള്ള എനിക്ക് നിങ്ങളെ രണ്ടാമതൊന്ന് സൃഷ്ടിക്കുന്നതിന് എന്തൊരു പ്രയാസമാണുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതൊരു നിസ്സാര കാര്യം നമ്മൾ കാണണ്ട, അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സംശയമില്ല. നമ്മൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് ഒരു മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത് നിഷേധിച്ചിട്ട് കാര്യമല്ല, അതിന്റെ അലംഭാവം കാണിച്ചിട്ട് കാര്യമല്ല. എന്തായാലും നമ്മൾ നേരിടേണ്ടതാണ് ആ പരലോകം. എന്നാൽ നമ്മൾക്കറിയാം എന്താണ് പരലോകം. നമ്മൾ വിചാരിക്കുന്നത് പരലോകം എന്നൊക്കെ പറയുന്നത് ചന്തമാതിരി ഇങ്ങനെ ആവശ്യക്കാരായ ആളുകളെ വിളിച്ചുകൊണ്ടുപോകുക, സ്വാധീനമുള്ള ആളുകളെ വിളിച്ചുകൊണ്ടുപോകുക, അങ്ങനെയൊക്കെയുള്ള ഒരു ചന്ത രൂപത്തിലാണ് പരലോകം എന്നുള്ള പ്രതീതിയാണ് ആളുകളുടെ മനസ്സിൽ പുരോഹിതന്മാരങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ എന്താണ് യഥാർത്ഥ പരലോകം? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഓരോ ശരീരവും എന്താണോ പ്രവർത്തിച്ചത്, എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ച പ്രവർത്തനത്തിന് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ലോകമാണ് പരലോകം. എന്താ പറയാ? ഒരു തരിമ്പ് പോലും അനീതി അവിടെ നടക്കുകയില്ല. ഒരനീതി നടക്കൂല അവിടെ. അവിടെ ന്യായത്തിന് ന്യായം മാത്രമേ നടക്കുള്ളൂ. അതാ പരലോകം. അവിടെ ഇതേ പ്രതി ന്യായക്കാരൻ അന്യായക്കാരും അന്യായക്കാരനെ ന്യായക്കാരനുമാക്കിയാൽ പിന്നെ പരലോകത്തിൽ എന്ത് പ്രസക്തിയാ കൂട്ടുകയുള്ളത്?
ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താ, ഇവിടെ എന്ത് തെറ്റ് ചെയ്യാനും ആളുകൾക്ക് ധൈര്യം രക്ഷപ്പെടുത്താൻ ആളുണ്ട് തന്നെ. അതേ അവസ്ഥ പരലോകത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവും പരലോകവും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് പരലോകം എന്ന് പറയുന്നത് നീതിയുടെ ഒരു ലോകമാണ്. അവിടെ താൻ എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചത് മാത്രമേ അവൻ അവിടെ ഉപകാരപ്പെടുകയുള്ളൂ. അതല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ വജാസിൻ അൻ വാലിദിഹി ശൈആ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഒരു ഭയാനകമായ ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവിന് മകൻ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ലോകമാണത്. വലാ മൗലൂദുൻ വജാസിൻ അൻ വാലിദിഹി ശൈആ, അതേപോലെ ഒരു മകന് പിതാവിനും പിതാവിന് മകനും എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാൻ കഴിയാത്ത അതിഭയാനകമായ ഒരു ലോകമാണ് പരലോകം. ആ പരലോകത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കേറോപ്പം കൂടെ നമുക്ക് കഴിച്ചിലാക്കാൻ കഴിയില്ല. فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. ഒരു കടുകുമണിയുടെ തൂക്കമാണ് നിങ്ങൾ നന്മ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ നന്മയെ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ കഴിയും. അതിനേക്കാളും ചെറുതിനെ വിശേഷിപ്പിക്കാൻ അറിവിൽ വാക്കില്ല. അതേപോലെ ഒരു കടുകുമണിയോളം തിന്മയാണെങ്കിൽ ആ തിന്മയെയും പരലോകത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു നിരക്കുള്ള ഇടപാടുകളും അതേപോലെ തന്നെ യാതൊരു അനീതിപരമായ യാതൊന്നും അവിടെ നടക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. അതാണ് പരലോകം. ഇങ്ങനെയുള്ള ഒരു പരലോകത്തെ കുറിച്ച് നമ്മൾക്ക് ആർക്കെങ്കിലും വിശ്വാസം എന്താ സുഹൃത്തുക്കളെ? നമ്മൾ ഈ പരലോകം എന്നൊക്കെ പറഞ്ഞ എന്താ മനസ്സിലാക്കിക്കണേ? എന്താ പരലോകം എന്ന് പറഞ്ഞാൽ, എന്റെ പേടിച്ചോർക്ക് ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോ. പാടണ്, പറയണ്, പൈസ കൊടുക്കണേ, പോക്കറ്റ് മടിച്ചു കൊണ്ടുപോകാൻ മൂല്യമായി. എന്താ പറയണേ? മൊയ്തീശയിൽ പറഞ്ഞതാണ്, എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോ. നിങ്ങളൊക്കെ ധൈര്യമായിട്ട് അവിടെ വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവുന്ന. എന്റെ മൂലിതാരും നരകത്തില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവാർ. അഡ്വാൻസാ, നിങ്ങൾ ആരും നരകത്തിലല്ല, നിങ്ങളൊക്കെ സ്വർഗത്തിലാണ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എന്നാണ്. എന്റെ മൂലിതാരും നല്ലേവരല്ലേലും എപ്പോഴും നല്ലേവൻ ഞാനമ്മേ ചൊന്നോവാർ. നിങ്ങളൊക്കെ മോശക്കാരായാലും ബഹുമാനപ്പെട്ട എന്റെ ഗവൺമെന്റുകൾക്കൊക്കെ കഴിച്ചിലാകാറാണ്. ഇതല്ലേ നമ്മളെ വിശ്വാസം പരലോകം? ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ജൂതന്മാരോ പറയേണ്ടതില്ല. ഓലാ പരലോകം എന്താ? വഖാലൂലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദാ. ജൂതന്മാരെ പരലോക വിശ്വാസമാണ്. ലം തമസ്സനന്നാറു, നരകം നമ്മളെ സ്പർശിക്കുകയില്ല. ഇല്ലാ അയ്യാമൻ മഅദൂദാ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലല്ലാതെ. അതാണ് അവരെ പരലോക വിശ്വാസം. ആരെ? ജൂതന്മാരെ. ക്രിസ്ത്യാനികൾക്ക് പിന്നെ പറയാനില്ല. ക്രിസ്ത്യാനികളെ പറഞ്ഞ ഞങ്ങൾ അള്ളാന്റെ മക്കളും സ്വന്തക്കാരുമാണ്, പിന്നെ ഞങ്ങൾ എത്ര പേടിക്കണേ? ആരെ വിശ്വാസം? ക്രിസ്ത്യാനികൾ. ഒക്കെ യേശു ക്രിസ്തു ഏറ്റിരുന്നതല്ലേ. പിന്നെ അതിന്റെ ഇടയ്ക്കൊന്നും ചെയ്യുന്ന തെറ്റാണ്. അത് വെള്ളിയാഴ്ച ഞായറാഴ്ച അച്ഛന്റെ അടുത്ത് മുമ്പസരിച്ച കാര്യം വളരെ വൃത്തിയായി. അതാണ് നമ്മുടെ വിശ്വാസം. ഇതല്ലേ സമൂഹത്തിന്റെ പരലോക വിശ്വാസം. എന്നാൽ സുഹൃത്തുക്കളെ, ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാവണം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്.
എന്താണ് ആ ചരിത്രങ്ങളൊക്കെ? നമ്മൾക്കറിയാം, ഇന്ന് ദുനിയാവിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് അധികാരം, മറ്റൊന്ന് സമ്പത്ത്, അതേപോലെ തന്നെ കഴിവ്. ഇതൊക്കെയാണ് ദുനിയാവിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. പക്ഷേ പരലോകത്ത് അങ്ങനെയുള്ള അനാവശ്യമായ യാതൊരു ഇടപെടലുകളും നടക്കുകയില്ല എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ ചരിത്രം ഖുർആൻ പറയുന്നതാ കാരണം ഇജ്ജാതി ആളുകൾ പിൽക്കാലത്ത് വരുന്നവർ അറിയാം. അതുകൊണ്ട് തന്നെയുള്ള പറയണേ, അധികാരല്ലേ എല്ലാവരും ഉൾക്കണ്ട, എനിക്ക് അധികാരം ഉണ്ടെന്നാ. എന്നാ സുഹൃത്തെ, അള്ളാഹുവിന്റെ അധികാരം പുല്ല് വരെയല്ലാക്കി. ഏറ്റവും വലിയ അധികാരസ്ഥനാണ് എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനല്ലേ ഫറോവ. ഓനെക്കാളും വലിയ അധികാരം ആർക്കില്ലല്ലോ. ആരാണവൻ? ഞാൻ ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ചവനാണ് ഫറോവ. ഇന്ത്യ ഫറോവനുള്ള കാട്ടി, ഇന്ത്യ ഫിറോനുള്ള കാട്ടി. അധികാരമുണ്ടെങ്കിൽ എന്താണ്? ഒക്കെ പുല്ല് വിലയല്ലേ. അത്രമാത്രം അധികാരമുള്ള ആ ഫറോവയെ പടച്ചതമ്പുരാൻ പിടിച്ചു ശിക്ഷിച്ചതിന്റെ ശേഷം പറഞ്ഞു, അല്ലയോ മൂസ, നിന്നെയും അതേപോലെ തന്നെ നിന്റെ അനുയായികളെയും നാം രക്ഷപ്പെടുത്തി. എന്നിട്ടോ ഫറോവയെയും അവന്റെ കുടുംബത്തെയും നമ്മൾ മുക്കി നശിപ്പിച്ചു. നിങ്ങളൊക്കെ അത് കണ്ണും കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ. അധികാരസ്ഥനായ ഫറോവ വിചാരിച്ചിട്ട് അള്ളാഹി വിലക്ക് വാങ്ങാന, അള്ളാഹിനെടുത്തുണ്ടോ അവന്റെ അധികാരത്തിന് വരാ. എന്നിട്ട് ആ മനുഷ്യനെ നശിപ്പിച്ചതിന് ശേഷം അത് വേറെ വർത്താനം പറഞ്ഞു. എന്താ എന്താ വിചാരിച്ചത്? അധികാരം, നിന്റെ അധികാരം എനിക്ക് എന്നെ സ്വാധീനിക്കുമെന്ന് വിചാരിച്ചോ? അതുകൊണ്ട് നിന്റെ ശരീരത്തെ ഇന്ന് ഞാൻ രക്ഷപ്പെടുത്തുകയും എന്റെ ശരീരത്തെ ഞാൻ നശിപ്പിക്കൂല. അല്ല പറഞ്ഞ വാക്കാ. നിന്റെ ശരീരത്തെ ഞാൻ നശിപ്പിക്കാതെ ഇത് രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? നിന്റെ പിറകിൽ വരുന്ന ആളുകൾക്ക് ഇനി ഒരു ഗുണപാഠമാവണം. എന്താണ് ഗുണപാഠം? അധികാരം പടച്ച തമ്പുരാനും പുല്ലാണ്. പരലോകത്തെ അധികാരം കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് മാലോകരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നിന്റെ ശരീരത്തെ ഒരു പോറേൽപ്പിക്കാതെ ഞാൻ സൂക്ഷിക്കുക തന്നെ ചെയ്യും. ആ വാഗ്ദാനം ഇന്നും നിലനിന്നേ. ഈജിപ്തിലെ മ്യൂസിയത്തിൽ ചെന്നാൽ ഫറോവങ്ങനെ എട്ടടി നീണ്ട് കിടക്കണതാണ്. അത് അങ്ങനെയാണെന്ന് എന്ത് അന്നമ്മ നശിപ്പിക്കൂല. കാരണം എന്താ? അധികാരം കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളില്ലേ, അവർക്കൊരു ഗുണപാഠമാണ് ഫറോവ. എന്താ? അധികാരം വന്നാൽ പുല്ല് വരെ അധികാരം കൊണ്ട് അള്ളാഹിനെ ഒന്നും നേടാനില്ല. പിന്നെ രണ്ടാമത് നമ്മളെ സ്വാധീനിക്കുന്നത് എന്താ? പൈസ. പൈസന്റെ മുകളില് ആരും പറക്കൂലാണ്. ആരോ പറക്കൂലുണ്ടല്ലോ. ആരാ പറക്കാത്ത? പലതും പറക്കൂല. ആണല്ലോ. എന്നാ അള്ളാഹ് പൈസ പുല്ല് വരെ. അതിനൊന്ന് ചരിത്രം പറയുന്നത് എന്ത്? പൈസ കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അന്ന് പഠിപ്പിക്കുന്നത് ആരെയാണ്? ഖാറൂൻ മുതലാളിയുടെ ചരിത്രം. ആരാ ഖാറൂൻ? ഭയങ്കര പണ്ഡിതന് പിന്നെ മുതലാളിയെങ്കിലും. ഖുർആൻ അവന്റെ സമ്പത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അവന്റെ ഖജനാവുകളുടെ താക്കോലുകൾ ഏറ്റെടുക്കാൻ തന്നെ വലിയ ഒരു സംഘം വേണ്ടി വന്നിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഖജനാവല്ല, ഖജനാവിന്റെ താക്കോൽ. അത്ര വലിയ മുതലാളിയായിരുന്നു ആര്? ഫറോവ. ഓനെങ്ങനെ കാണുമ്പോ ആളുകൾക്കൊക്കെ രണ്ട് നിലയിലുള്ള ആളുകളെ ഇവൻ പറയുന്നത്. ഓനോട് പറഞ്ഞു, എന്ത് ഫറോവനെ ഒന്ന് അള്ളാനെ തന്നെ സൂക്ഷിച്ചടാ. അപ്പൊ പറഞ്ഞെന്താ നിങ്ങള്? ഇപ്പൊ പൈസ ഉണ്ടാക്കുന്ന ഒരു അസൂയ, ഇതൊക്കെ അല്ല എനിക്ക് അറിഞ്ഞു തന്നതാ. ആരാ പറയുന്നത്? ഫറോവ പറയാ. എന്ത് അതൊക്കെ ആക്കിയേ?
അതാണ് അല്ലാഹു പറയുന്നത്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. ഖജനാവിന്റെ താക്കോലുകൾ എടുക്കാൻ വരെ വലിയൊരു സംഘത്തെ നമ്മൾ കൊടുത്തു. അത്ര വലിയ വാദ. അവനെങ്ങനെ മുതലാളിമാര് ചില ആളുകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ തോന്നുക, ഫറോവനെ കാണുമ്പോൾ അങ്ങനെ തോന്നുക, യാ ലൈതലന മിഥ്ല മാ ഊതിയ ഖാറൂൻ. ഖാറൂൻ മുതലാളിക്ക് കിട്ടിയ മതി, നമുക്ക് കിട്ടിയെങ്കിൽ എത്ര നന്നായി. ഓനെങ്ങനെ കാണുമ്പോ രണ്ടു തരം ആളുകളാണ് പറയുന്നത്. ഒന്ന്, ചില ആളുകൾ ഓരോട് പറഞ്ഞത് ലാ തഫറഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീഹീൻ. അല്ലയോ ഖാറൂനെ, നീ അഹങ്കരിക്കണ്ട, അഹങ്കരിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. മറ്റുള്ള ദുർബല വിശ്വാസികൾ എന്താ പറയുന്നത്, യാ ലൈതലനാ മിഥ്ല മാ ഊതിയ ഖാറൂൻ. ആ ഖാറൂൻ മുതലാളിക്ക് കൊടുത്തതുപോലെ നമ്മൾക്കും കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്ക് തോന്നാറില്ലേ, അതിന്റെ കാറ് ഓനാ കാറിലിങ്ങനെ പോണാടുമ്പോ ഉച്ചാതി ഒരു കാറുണ്ട് പക്കൂട്ടിക്ക് എത്ര നല്ലയില്ലേ, എല്ലാവരും ആഗ്രഹിക്കാണ്. പക്ഷേ എന്താണെന്ന കാട്ടി പൈസ ഉണ്ടെങ്കിൽ എല്ലാം നേടാനല്ലേ. ആ മനുഷ്യന് എന്ത് ചെയ്തു എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. പൈസല്ലേ വില. അവനെ നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. മാത്രമല്ല വമിദാലിഹി, അവനും അവന്റെ വീടും അവന്റെ കൊട്ടാരവുമെല്ലാം അല്ലാഹു ഭൂമിയിലേക്ക് അങ്ങോട്ട് ആഴ്ത്തിക്കളഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാ, വമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ കൂടാതെ സഹായികളായിട്ട് ഒരൊറ്റ മനുഷ്യനെ പോലും അവന് കാണാൻ സാധിച്ചില്ല. വമാ കാന മിനൽ മുന്തസിരീൻ, അവൻ സ്വയം സംരക്ഷണം ലഭിക്കുന്ന, സ്വയം രക്ഷപ്പെടുന്ന ആളുകളുടെ വിഭാഗത്തിൽ അവൻ ഉൾപ്പെട്ടതുമില്ല. എന്തിനാണ് ഈ ചരിത്രം അല്ലാഹു പറഞ്ഞത്? പൈസ കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലേ അത് നടക്കുന്ന കാര്യമല്ല എന്നാണ്. പൈസ എന്നൊക്കെ പറയുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചതൊന്നും അല്ല. ഇന്നെന്താ പരലോകം? സഹോദര, ഖുർആൻ പറഞ്ഞില്ലേ, പിതാവിന്റെ മകനെയും മകന്റെ പിതാവിനെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമാണ് പരലോകം. ഖുർആൻ ചരിത്രം പറയുന്നില്ലേ, ആരാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. നിങ്ങൾക്കറിയില്ലേ, 950 വർഷം പ്രബോധനം ചെയ്ത ആ മനുഷ്യൻ, അദ്ദേഹം ആരാണ്? ഉന്നതനായ പ്രവാചകനാണ്. എത്രയോ വർഷം പ്രബോധനം നടത്തിയ മനുഷ്യനാണ്. അങ്ങനെയുള്ള ആ നൂഹ് നബി അലൈഹിസ്സലാം നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോ അദ്ദേഹം ജന്മം നൽകിയ മകൻ, അദ്ദേഹത്തിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ പോകുന്നത് നരകത്തിലേക്കാണ്. എന്താണ് ഖുർആൻ നൽകുന്ന സന്ദേശം? പരലോകത്തൊരു പിതാവിന്റെ മകനെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ആരാണ് നബി? 950 വർഷം ദേവത്തെടുത്തു പറഞ്ഞ ഇന്നത്തെ സൂര്യ താജുലമനെക്കാളും ശംസുലമനെക്കാളും ഒക്കെ എത്രയോ ഉയർന്നു നിൽക്കുന്നതാണ് ആര്? നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹം അതാ കപ്പലിൽ രക്ഷപ്പെടുമ്പോ ആ മകനോട് പറഞ്ഞു, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. അല്ലയോ മകനെ, ഈ കപ്പലിൽ കയറിക്കോളൂ. ഈ കപ്പലിൽ കയറിയാൽ ഇന്ന് നിനക്ക് രക്ഷയുണ്ട്. നീ അവിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടു പോകരുത്. അതാ വരുന്നു മകന്റെ മകനോട്, വാപ്പാ, കപ്പലിൽ കയറാൻ ഈ മകനെ കിട്ടുകയില്ല. ഞാൻ ഏതെങ്കിലും പർവ്വതത്തിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം. വാപ്പാടെ പണി നോക്കി കപ്പലിൽ പോയിക്കൊള്ളൂ. ആരാണ് പറയുന്നത്? സ്വന്തം മകൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്. ഈ സമയത്ത് നൂഹ് നബി പറഞ്ഞു, മകനെ, ഇന്ന് അല്ലാഹുവിന്റെ നിശ്ചിത കൽപ്പനയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളും നിനക്കില്ല മകനെ. അതുകൊണ്ട് നീ എന്റെ കപ്പലിൽ കയറിക്കൊള്ളൂ എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം യാചിച്ചു നോക്കി. പക്ഷേ മകൻ കയറുന്നില്ല. അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലിൽ യാത്ര ചെയ്യുന്ന
ആ സമയത്ത് തന്നെ വലിയ തിരമാലകൾ ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെ പൊക്കിക്കൊണ്ടു പോവുകയാണ്. ആ മകൻ പിടഞ്ഞു മരിക്കുന്നത്, ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വളരെ ഖേദത്തോടുകൂടെ കണ്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് വിതുമ്പുകയാണ്, അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിക്കുകയാണ്. തന്റെ മകനാണല്ലോ ഈ വെള്ളത്തിൽ കിടന്ന് മരണപ്പെടുന്നത്. അദ്ദേഹം ആ കരയിലേക്ക് വന്നു. ആ കരയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ ഗദ്ഗദത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ അദ്ദേഹം പടച്ച തമ്പുരാനെ വിളിക്കുകയാണ്. വനാദാനൂഹും റബ്ബഹു വഖാല റബ്ബി നബിനി മിൻ നബിനി വഇന്ന വഅദകൽ ഹഖ് വഅൻത അഹ്കമുൽ ഹാകിമീൻ. സങ്കടത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ നൂഹ് നബി അലൈഹിസ്സലാം പടച്ചവനോട് പറഞ്ഞു, പടച്ച തമ്പുരാനെ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്ന് നീ വാഗ്ദാനം നൽകിയതല്ലേ, എന്തുകൊണ്ട് പടച്ച തമ്പുരാനെ നിന്റെ വാഗ്ദാനം നീ പുലർത്തിയില്ല? എന്തുകൊണ്ട് എന്റെ മകൻ നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ വെള്ളത്തിൽ കിടന്ന് മരിക്കുന്നതായി കാണേണ്ടി വന്നല്ലോ? അങ്ങനെയുള്ള ഒരു ഹതഭാഗ്യനാണല്ലോ ഞാൻ. എന്തുകൊണ്ട് നീ എന്റെ മകനെ രക്ഷപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചപ്പോ പടച്ച തമ്പുരാൻ ശക്തമായ ശൈലിയിൽ ആ നൂഹ് നബി അലൈഹിസ്സലാമിന് നൽകുന്ന മറുപടി, യാ നൂഹ്, അല്ലയോ നൂഹേ, ഇന്നഹു ലൈസ മിൻ നബിയി, അവൻ ഒരിക്കലും നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹിൻ, അവൻ ചെയ്ത പണി ഒരിക്കലും ശരിയല്ല, അവൻ ധിക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഇൽം, നിനക്ക് അറിവില്ലാത്ത കാര്യത്തിൽ മേലാൽ നീ എന്നോട് ചോദിച്ചു പോകരുത്. അല്ലാഹുവിന്റെ താക്കീത് ആരോട്? നൂഹ് നബിയോട്. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഇൽം, മേലാൽ അറിവില്ലാത്ത കാര്യം നീ എന്നോട് ചോദിക്കാൻ പാടില്ല. അതാണ്. എന്താണ് ഈ ചരിത്രം നൽകുന്ന സന്ദേശം? എന്താണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഇത് ഖുർആനിൽ ആവർത്തിച്ച് വായിക്കുന്നതും പഠിക്കുന്നതും? ഒരു പിതാവിന് മകനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമാണ് പരലോകം. എന്നിട്ടല്ലേ ഷെയ്ഖുനമാർ, എന്നിട്ടല്ലേ നേതാക്കന്മാർ, എന്നിട്ടല്ലേ തരീഖത്തുകൾ? ഇനി മറിച്ചും ഖുർആനിൽ ചരിത്രമുണ്ട്. ഇവിടെ പിതാവിന് മകനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമാണെങ്കിൽ മകന് പിതാവിനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമാണ് പരലോകം. അതാ അതിന് പരിശുദ്ധ ഖുർആൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നില്ലേ? എന്താണ് ആ ചരിത്രം നൽകുന്ന സന്ദേശം? ഒരു മകന് പിതാവിനെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ആരാ ഇബ്രാഹിം നബി? സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ എത്ര സ്ഥലത്താണ് അയാളുടെ പേര്? വത്തഖറല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹ് ഇബ്രാഹിമിനെ കൂട്ടുകാരനായി അങ്ങോട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്ന അങ്ങനെയൊക്കെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന് ജന്മം നൽകിയ അദ്ദേഹത്തിന്റെ പിതാവ് പോകുന്നത് നരകത്തിലേക്കാണ്. അല്ലേ? ഇബ്രാഹിം നബിന്റെ വാപ്പ കൊടുക്കാമാണ് നരകത്തിക്ക. എന്തെങ്കിലും ഒരു കഴിവ് അവിടെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഇത് നമ്മളുടെ നാട്ടിലൊക്കെ പറയുന്ന ചൊട്ടു ന്യായങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ഇബ്രാഹിം നബിന്റെ വാപ്പാനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരൂലേ? നൂഹ് നബി അയാളുടെ മകനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരൂലേ? കൊണ്ടുവരാൻ സാധ്യമല്ല. അതാണ് പരലോകം. പിതാവിന് മകനെയും മകന് പിതാവിനെയും രക്ഷിക്കാൻ കഴിയില്ല. വീണ്ടും ചരിത്രമുണ്ട് ഖുർആനിൽ നമ്മൾക്കറിയാം. ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും രക്ഷിക്കാൻ കഴിയാത്ത ലോകമാണ് പരലോകം. ഇതൊക്കെയാണല്ലേ ഏറ്റവും ഉടയപ്പെട്ട അടുത്ത ആളുകൾ. എന്നിട്ടല്ലേ ഇപ്പൊ വിദൂരത്തുള്ള ആളുകളൊക്കെ അല്ലെ? നിങ്ങൾക്കറിയില്ലേ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, നാം പഠിച്ച നൂഹ് നബി അലൈഹിസ്സലാം, ഈ രണ്ട് പ്രവാചകന്മാരും സ്വർഗത്തിലേക്ക് പോകുമ്പോ അവരുടെ കൂടെ കിടക്ക പങ്കിട്ട, അവരുടെ വിചാരങ്ങൾ ഏറ്റുവാങ്ങിയ അവർ രണ്ടുപേരുടെയും ഭാര്യമാർ പോകുന്നത് നരകത്തിലേക്കാണ്. ഖുർആനാണ് പറയുന്നത്. ആരാ? അവര് രണ്ട് ഭാര്യമാര് എത്ര വർഷമാരുടെ വിചാരങ്ങൾ പങ്കിട്ടെടുത്ത രത്നങ്ങളാണ്, രണ്ട് സ്ത്രീകളാണ് അവര്. ആ രണ്ട് ഭർത്താക്കന്മാർ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവരുടെ കൂടെ കിടന്ന, അവരുടെ വികാരങ്ങൾ പങ്കിട്ട, അവരുടെ കുട്ടികൾക്ക് ജന്മം നൽകിയ അവരുടെ രണ്ട് ഭാര്യമാര് പോകുന്നത് നരകത്തിലേക്കാണ്. എന്താണ് ഖുർആൻ നൽകുന്ന സന്ദേശം? ഇതാ പരലോകത്ത് ഒരു ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ രക്ഷിക്കാൻ സാധ്യമല്ല. വീണ്ടും ചരിത്രം പറയുന്നു, ഇനി ഭാര്യക്ക് ഭർത്താവിനെ രക്ഷിക്കാനും സാധ്യമല്ല. അതല്ലേ ഫറോവയുടെ ഭാര്യ, ആ
ആസിയ റളിയല്ലാഹു അൻഹാ ഉന്നത വ്യക്തിത്വമാണ്. ആ മഹതിയാണ് സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ മഹതിയുടെ ഭർത്താവായ ഫറോവ പോകുന്നത് നരകത്തിലേക്കാണ്. എന്താണ് ഖുർആൻ നൽകുന്ന സന്ദേശം? ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും രക്ഷിക്കാൻ കഴിയാത്ത ലോകമാണ് പരലോകം. അങ്ങനെയുള്ള ഒരു പരലോകമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വഴികാട്ടിയാകേണ്ടത്. അങ്ങനെയുള്ള ഒരു പരലോകമാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ടത്. അല്ലാതെ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാമെന്നുള്ള വിശ്വാസം നമ്മളുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ ഒരു പ്രവർത്തന രംഗത്തും സജീവമാവുകയില്ല. അവിടെ അങ്ങനെയൊക്കെ രക്ഷപ്പെടാം. അവസാനം പറയട്ടെ സഹോദര, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിനെക്കാളും വലിയ വലിയില്ല, അദ്ദേഹത്തിനെക്കാളും വലിയ രാജാവില്ല, അദ്ദേഹത്തിനെക്കാളും വലിയ പ്രവാചകനില്ല. അങ്ങനെയുള്ള അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മകളായ ഫാത്തിമയോട് പറയുന്ന വേടുകൾ ഹദീസുകളിൽ കാണാം. ആരാണ് ഫാത്തിമ എന്നറിയുമ്പോ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്. ആരാണ് ഫാത്തിമയെ വേദനിപ്പിച്ചതെങ്കിൽ അവൻ എന്നെയാണ് വേദനിപ്പിക്കുന്നത്. ആരാണ് പറയുന്നത്? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം സ്നേഹമുള്ള ആ മകളോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണ് എന്നറിയുമോ? യാ ഫാത്തിമത്തു ബിന്ത മുഹമ്മദ് സലീനി മിൻ മാലി വംഗിദി നഫ്സകി മിനന്നാർ. അല്ലയോ ഫാത്തിമ, വാപ്പയോട് ഈ സമ്പത്ത് ചോദിച്ചോ. ഈ സമ്പത്ത് തരുവാൻ വാപ്പാക്കുന്ന സാധിക്കും. എത്ര സമ്പത്താണ് നിനക്ക് ആവശ്യമെങ്കിൽ അത് ചോദിച്ച ഫാത്തിമ. പക്ഷേ വാപ്പാക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു ലോകമുണ്ട്, പരലോകം. അവിടെ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഈ പിതാവായ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് വംഗിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ തന്നെ സംരക്ഷിച്ചു കൊള്ളണം. അത് സംരക്ഷിക്കാൻ ഈ പിതാവായ എനിക്ക് സാധ്യമല്ല. ആരാണ് പറയുന്നത്? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ നമ്മളെ ഈ നിലക്കുള്ള നിർത്താനല്ലേ. അപ്പോ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പരലോകത്ത് നമ്മൾക്ക് രക്ഷപ്പെടാം എന്ന വിശ്വാസമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ഒരിക്കലും പരലോകത്ത് രക്ഷപ്പെടില്ല. അതേസമയം അവിടെ എനിക്ക് എന്റെ അവനുകൾ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. മറ്റൊരാളുടെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ എനിക്ക് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ തന്നെ സ്വർഗം കരസ്ഥമാക്കണമെന്ന ഒരു ഉദ്ദേശം, അങ്ങനെയുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിലോ ഈ പറഞ്ഞ മാതിരി ഡ്യൂപ്ലിക്കേറ്റ് പരലോകത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടാം. നമ്മൾ ഈ ആളുകളുടെ പിന്നാലെ പോയാല് നിങ്ങളൊക്കെ വന്നോളി കഴിച്ചോളി എന്നൊക്കെ പറയുന്നത് അങ്ങനെ കാട്ടിക്കൂട്ടത്തിൽ തെളിച്ചുകൊണ്ട് പോലെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ആനയിക്കും എന്ന് പറയുന്ന ആളുകളില്ലേ, അവരോടൊക്കെ ഈ ചരിത്രങ്ങൾ നിങ്ങളൊരു പാഠമാക്കി പഠിപ്പിച്ചു കൊടുക്കണം. എടോ, നിനക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇബ്രാഹിം നബിക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് നൂഹ് നബിക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് പിതാവിന്റെ മകനെയും മകന്റെ പിതാവിനെയും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോ അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇവരൊക്കെ പറയാം ഇതൊക്കെ കാഫറായതുകൊണ്ടാണ് പറഞ്ഞത്. മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ കാഫറാ? ഇവർ നൂഹ് നബിന്റെ മകൻ ഇബ്രാഹിം നബിന്റെ വാപ്പ എന്നൊക്കെ പറയാൻ കാഫറല്ലേ? എന്നാ മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ, പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ കാഫറ? ഒന്നാം നമ്പർ. അതിനോളം വലിയ മുസ്ലിം വേറെ ഏതാളുള്ളത്? അവളോടാണ് നബി പറയുന്നത് നിരകട്ട കാലം ഇങ്ങനെ നോക്കണം കേട്ടോ. അതുകൊണ്ട് ഇടപെടലുകൾ ഇല്ലാത്ത യാഥാർത്ഥ്യത്തോടുകൂടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ഒരു കട്ടിക്ക് പറ്റിയിട്ട് അത്ര ജന്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണാം. ഒരു കടുകുമണിയുടെ അത്ര തിന്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തിന്മയും അതിന്റെ ശിക്ഷയും നിങ്ങൾ ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പരലോകത്തെ കുറിച്ച്, അങ്ങനെയുള്ള ഒരു പരലോകത്തെ കുറിച്ച് പഠിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആ പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നാം അന്വേഷിക്കുകയും ചെയ്യുക. അല്ലാഹു അത്രയും നല്ല ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി